കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള തളിപ്പറമ്പ് കരിമ്പം ഫാമിലെ കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തതിന് ഫാമിലെ ജീവനക്കാരനെ സിപിഎമ്മുകാർ നിരന്തരം ദ്രോഹിക്കുന്നതായി പരാതി. കരിമ്പം ഫാമിലെ ജീവനക്കാരനായ വി രൂപേഷാണ് ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയത്. ഫാമിലെ കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞ് ഫാമിലെ ജീവനക്കാരനും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുമായ ഷനൂപിന്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയും ബന്ധുവിനെയും മർദ്ദിക്കുകയായിരുന്നു എന്നാണ് രൂപേഷ് പറയുന്നത്. മിഥുൻ പിള്ള വിവരങ്ങളുമായി ചേരുന്നു. മിഥുൻ, എന്താണ് അദ്ദേഹത്തിന്റെ പരാതി? അനു, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി കരിമ്പം ഫാമിൽ നടന്ന ചില കാര്യങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്, മാധ്യമങ്ങളെ അറിയിച്ചത് രൂപേഷ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രൂപേഷിനെ ഇത്തരത്തിൽ സിപിഎമ്മുകാർ നിരന്തരം ദ്രോഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. അതായത് കഴിഞ്ഞ കാലവർഷ സമയത്ത് കരിമ്പം ഫാമിൽ ചില കാർഷിക വിള അല്ലെങ്കിൽ അതിന്റെ തൈകൾ നശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ അത് കള്ളക്കണക്കാണ് എന്നൊരു വിവരം മാധ്യമങ്ങളെ അറിയിച്ചു. മറ്റൊന്ന്, ഈ ഷൈജു എന്ന് പറയുന്ന അവിടെ ജോലി ചെയ്യുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ട്. അദ്ദേഹം ആ ബ്രാഞ്ച് സെക്രട്ടറി അവിടെ വന്ന് ജോലി ചെയ്യാതെ ഒപ്പിട്ട് പോയ ശേഷം ചില പാർട്ടി പരിപാടികൾക്ക് പോകുന്നൊരു സാഹചര്യമുണ്ടായി. ഈ കാര്യങ്ങൾ ഈ രൂപേഷ് ചോദ്യം ചെയ്യുകയും ചെയ്തു. ഷനൂബ് എന്ന് പറയുന്ന ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ഈ ഷനൂബിന്റെ കാര്യങ്ങൾ അതും മാധ്യമങ്ങളെ അറിയിച്ചു. ഇത്തരത്തിൽ മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ രൂപേഷിനെ നിരന്തരം സിപിഎമ്മുകാർ ദ്രോഹിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു പരാതിയായി പറയുന്നത്. മാത്രമല്ല, ഏതാനും ദിവസം മുമ്പ് തൊട്ടടുത്ത പ്രദേശത്തെ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയത്ത് അവിടെ വെച്ച് ഈ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ രൂപേഷിനെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് രൂപേഷ് പറയുന്നത്. ഈ രൂപേഷിനെ മർദ്ദിക്കുന്നത് തടയാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ ബന്ധുവിനെയും ആക്രമിക്കുകയുണ്ടായി. ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ ഷനൂബിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തിട്ടുമുണ്ട്. തനിക്കിപ്പോൾ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്നാണ് രൂപേഷ് പറയുന്നത്. കാരണം തനിക്കെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരണം നടത്തുന്നു. മാത്രമല്ല, ഈ കരിമ്പം ഫാമിന് പുറത്ത് തന്നെ പോസ്റ്ററുകൾ എഴുതി ഒട്ടിക്കുന്നു. തന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് പ്രചരിപ്പിക്കുന്നത്. മാത്രമല്ല, ഈ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ അപായപ്പെടുത്തണം അല്ലെങ്കിൽ ആക്രമിക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. ഇതൊക്കെ തന്നെ തനിക്കൊരു ഭീതി ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. തനിക്ക് മുന്നോട്ട് പോകാൻ ഒരു ഭയമുണ്ട് എന്നാണ് രൂപേഷ് പറയുന്നത്. ഇനിയും എങ്ങനെ ഇത്തരം ഭയത്തോടുകൂടി ആ കരിമ്പം ഫാമിൽ എങ്ങനെ തനിക്ക് ജോലി നോക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ കരിമ്പം ഫാമിൽ ഗാർഡനറായിട്ട് ജോലി ചെയ്യുകയാണ് രൂപേഷ്. അദ്ദേഹത്തിന്റെ ഈ ഗാർഡനർ ജോലിയിലെ പ്രത്യേകതകൾ കൊണ്ട് തന്നെ പലപ്പോഴും മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ കുറിച്ച് റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുമുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരാളെയാണ് ഇത്തരത്തിൽ അപായപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് എന്നൊരു ആരോപണമാണ് പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ഏതായാലും ഈ സിപിഎമ്മുകാരുടെ നിരന്തരമായ ഭീഷണിയെ തുടർന്ന് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകാനുള്ള ഒരു നീക്കത്തിലേക്കാണ് രൂപേഷ് എത്തി നിൽക്കുന്നത്. അനു, ഈ ഫാമിലെ കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്തതിനാണല്ലോ ഇയാൾ ചെയ്ത പ്രധാന തെറ്റായിട്ട് ഈ സിപിഎം പ്രവർത്തകരും കൂട്ടാളികളും ഒക്കെ കണക്കിലാക്കുന്നത്. ഇതേക്കുറിച്ച്, ഈ ഫാമിലെ ഈ പ്രശ്നങ്ങളെക്കുറിച്ച് മറ്റു ജീവനക്കാർക്ക് കൂടി പരാതിയുണ്ടോ മിഥുൻ? അതിൽ രൂപേഷിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ച മറുപടി, അതായത് ആദ്യഘട്ടത്തിലൊക്കെ ഫാമിലെ ജീവനക്കാർ തനിക്ക് പിന്തുണ അർപ്പിച്ചിരുന്നു. എന്നാൽ നിരന്തരം ഈ വാർത്തകളൊക്കെ പുറത്തു വന്നപ്പോൾ താൻ ഈ കരിമ്പം ഫാമിനെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജീവനക്കാർ പോലും തന്നോട് സഹകരിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതിയൊക്കെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഈ രൂപേഷിന്റെ തീരുമാനം. ഇനി അവിടെ പണിയെടുക്കാൻ പറ്റുമോ എന്ന കാര്യത്തിലടക്കം അദ്ദേഹത്തിന് സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം അത്രയധികം ഭീഷണി അദ്ദേഹത്തിനുണ്ട്. ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. പലയിടത്ത് വെച്ചും തന്നെ ആക്രമിക്കണമെന്നൊരു ആഹ്വാനം നടക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ആഹ്വാനം ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഇനി ജോലി ചെയ്യാൻ സാധിക്കുമോ, അദ്ദേഹത്തിന്റെ ഒരു കല്യാണ വീടുകളിൽ പോലും പോകാൻ സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം പരിഭവത്തോടു കൂടി നമ്മോട് പറയുകയുണ്ടായി. കാരണം എവിടെ പോയാലും ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങളിൽ തന്നോട് തട്ടിക്കയറി അതൊരു മർദ്ദനത്തിലേക്ക് കലാശിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്പലത്തിലെ ഉത്സവത്തിന് ഗാനമേള കാണാൻ വേണ്ടി പോയ സമയത്ത് അവിടെയും സംഭവിച്ചത്. അവിടെയും ഇത്തരത്തിൽ ചെറിയ കാര്യങ്ങൾക്ക് വന്ന് തന്നോട് തട്ടിക്കയറി അതൊരു മർദ്ദനത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. നിരവധി പേർ ചേർന്ന് ഈ രൂപേഷിനെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് രൂപേഷ് തന്നെ പറയുന്നത്. ആ സംഭവത്തിൽ തളിപ്പറമ്പ് പോലീസ് അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിന്മേൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഷനൂബ് എന്ന് പറയുന്ന സിപിഎമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറിയെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. തനിക്കിപ്പോഴും തന്റെ ജീവൻ അപായപ്പെടുത്തുമെന്നൊരു ആശങ്കയുണ്ട് എന്നും രൂപേഷ് നമ്മോട് വ്യക്തമാക്കുകയുണ്ടായി. അനു.